ഇനി ചില മനുഷ്യർ നുണ പറയുന്നത് അധികാരം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും നുണകൾക്ക് മേൽ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കല്ല് വെച്ച നുണയെന്ന് പറയില്ലേ? പക്ഷെ അവർ പറയുന്ന രീതി കണ്ട് ആരും വിശ്വസിച്ചു പോകും. ചിലപ്പോൾ അവർ വളരെ ആധികാരികതയുടെ മുഖംമൂടി അണിഞ്ഞ് സംസാരിക്കും, ചിലപ്പോൾ ദയനീയതയുടെ മുഖഭാവം അണിഞ്ഞ് സംസാരിക്കും, ചിലപ്പോൾ ദേശസ്നേഹം, മനുഷ്യസേവനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നുണ പറയും. ചില നേരങ്ങളിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന മട്ടിൽ നുണ പറയും. നമ്മൾ പാവങ്ങൾ ആ പറയുന്ന ഭാഷ കേട്ടിട്ട്, ശരീരഭാഷ കണ്ടിട്ട് അതൊക്കെ വിശ്വസിക്കും. ഏറ്റവും നല്ല ഉദാഹരണം അഡോൾഫ് ഹിറ്റ്ലറാണ്. അഡോൾഫ് ഹിറ്റ്ലർ 1925 അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്: ഒരു വലിയ നുണ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ബുദ്ധിവികാസമില്ലാത്ത മനുഷ്യർ അത് വിശ്വസിക്കും. രണ്ട് കണ്ടീഷനാണ്. നുണ വലുതായിരിക്കണം, വലിയ നുണയായിരിക്കണം. ആവർത്തിച്ച് ഈ ഗവൺമെൻറ് വൃത്തങ്ങളിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ആളുകളുടെ ഇടയിലേക്ക് പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരിക്കണം. പതുക്കെ ആവർത്തിച്ച് പറയപ്പെട്ട വലിയ നുണ വലിയ സത്യമായിട്ട് ആളുകൾ അംഗീകരിച്ചു തുടങ്ങും. ഇനി അതിനെതിരെ സംസാരിക്കുന്നവരെ ആളുകൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും. സത്യത്തിനെതിരെ നിൽക്കുന്ന ആളുകളായിട്ട് സത്യവാദികൾ മാറുകയും ചെയ്യും.